ആ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായകവുമാവും ഭവിക്കുന്നു. അത് അവൻ്റെ ഇച്ഛയെ ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നോ, ഒരാൾ ആരോ എന്തോ ആകട്ടെ എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്ത് പാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം. കുറേയേറെ യാത്ര ചെയ്യാം, പിന്നെ ആ കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയൊക്കെ ഉള്ളൂ എങ്കിലും അതേ അജ്ഞാതമായ ആ നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാതിരുന്നതുകൊണ്ട് അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ ബാധിക്കും. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അത്രമാത്രം നമുക്ക് ചെയ്യാനാകും. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്നു മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഏതാനും നിമിഷങ്ങളിൽ നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെ നോക്കി അവർ കുറച്ചു നേരം നിശബ്ദരായി ഇരുന്നു. നീ ഈ കുട്ടി ആറ്റിൻകുട്ടിപ്പെട്ട് മേയിച്ചു നടക്കുന്നത് എന്തിനാണ്? മൗനം ഭജിച്ച് നിന്ന് വൃദ്ധനായിരുന്നു. കറങ്ങി നടക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. ആ നിൽക്കുന്ന ആൾക്കൂട്ടം കുട്ടിക്കാലത്തെ മോഹം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പുറത്തെ തെരുവിലെ ഒരു കോണിൽ സ്വന്തം ബേക്കറിയുടെ ജനാലയിനരികിൽ നിന്നിരുന്ന കടക്കാരൻ നേരെ അയാളെ വിരൽ ചൂണ്ടി. പക്ഷെ ഒട്ടും മുതിർന്നപ്പോൾ അയാൾ നിശ്ചയിച്ചു, ആദ്യം ഈ ബേക്കറി കച്ചവടം തുടങ്ങാം, പിന്നെ കുറച്ച് സമ്പാദ്യമൊക്കെയായി സാവധാനത്തിൽ യാത്ര. വയസ്സായി തിരക്കൊക്കെ ഒഴിയുമ്പോൾ ആഫ്രിക്കയിലേക്ക് പോകണം. 1 മാസമെങ്കിലും അവിടെ ചെലവഴിക്കണം. അയാളുടെ ഇപ്പോഴത്തെ ആശ അതാണ്. പക്ഷേ അയാൾക്ക് അറിഞ്ഞുകൂടാ, കാലവും പ്രായമൊന്നുമല്ല പ്രശ്നം. മനുഷ്യക്കെന്തും നേടാനും മനസ്സിൽ അത്രയ്ക്കും ഉത്കണ്ഠയായ മോഹം വേണമെന്ന് മാത്രം. വെറുതെ യാത്ര ചെയ്യാനാണ് മോഹമുണ്ടായിരുന്നെങ്കിൽ അയാൾക്കൊരു ആട്ടിനായടനാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു. തുടക്കത്തിൽ അയാൾക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഒരു ബേക്കറിക്കാരൻ്റെ വില ആട്ടിടയനില്ലല്ലോ. ഇടയന് സ്വന്തമായിട്ടൊരിടമുണ്ടോ? ആട്ടിൻപറ്റത്തെയും കൊണ്ട് അലഞ്ഞു നടക്കുകയല്ലാതെ. ബേക്കറിക്കാരൻ്റെ സ്ഥിതി അതല്ലല്ലോ. സ്ഥിരമായ സ്വന്തമായൊരു പാർപ്പിടം. അങ്ങനെയുള്ളവരുടെ കയ്യിലല്ലേ ഏതൊരച്ഛനമ്മമാരും സ്വന്തം മകളെ ഏൽപ്പിക്കൂ. ആരോ ഒരു മുള്ളെടുത്ത് അവൻ്റെ മനസ്സിൽ കുത്തിയതുപോലെ പെട്ടെന്ന് അവനൊരു വല്ലാതെ നിന്നു. അവളുടെ പട്ടണത്തിലും ഇതുപോലെ ഒരു ബേക്കറിക്കാരൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അവനവന് പറ്റിയത് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്നു. അതോടെ സ്വന്തം നിയമങ്ങൾ കൈവിട്ടു പോകുന്നു. ബേക്കറിക്കാരൻ, ആട്ടിടയൻ, അവനെ പറ്റി പൊതുജനങ്ങൾക്കുള്ള ഒരു മതിപ്പ്, അഭിപ്രായം, ശ്രദ്ധ മുഴുവൻ ആ കാര്യങ്ങൾ പിടിച്ചു പറ്റുന്നു. വൃദ്ധൻ ഇടയ്ക്കൊന്ന് നിർത്തി വീണ്ടും കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം തുറന്നിട്ട് ആളുകൾ മറയ്ക്കാൻ തുടങ്ങി. ഏതോ ഒരു പേജ് പ്രത്യേകമായി എടുത്ത് നിവർത്തി പിന്നെ വായിക്കുന്നതായി ശ്രദ്ധ. കുറച്ചു നേരം അവൻ ക്ഷമയോടെ കാത്തിരുന്നു. തെല്ലുമെടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് കയറി ചോദിച്ചു. കുറെ മുമ്പ് അയാൾ അത് തന്നെയല്ലേ ചെയ്തത്? ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാണ്? നീ സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. നീ നിന്റെ ശ്രമം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയോ എന്നെനിക്കൊരു ഭയം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിങ്ങളിതാ പ്രത്യക്ഷപ്പെടുമോ? എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ മറ്റെന്തെങ്കിലും വിധത്തിൽ ആരെയെന്നും വരാം. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പരിഹാരമായിട്ടാവും, അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു യുക്തിയുടെ രൂപത്തിലുമാകാം. ഇടയ്ക്ക് വഴിയിലെ തടസ്സങ്ങൾ നീക്കി കൊടുത്തുകൊണ്ടുമാകാം. ഏതായാലും നിർണായകമായ ഘട്ടങ്ങളിൽ പല വിധത്തിലൊരു രൂപത്തിൽ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള സാവകാശം മനുഷ്യർക്കില്ലല്ലോ. തലയാഴ്ച ഒരു ഖനനത്തിൻ്റെ മുന്നിൽ ഒരു ഉരുൾക്കല്ലായി താൻ പ്രത്യക്ഷപ്പെട്ട കഥ വൃദ്ധൻ വിവരിച്ചു. എല്ലാം വിട്ടറിഞ്ഞപ്പോഴാണ് ഖനനക്കാരൻ മരതക കല്ലുകൾ ഖനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏതോ ഒരു പുഴയോരത്ത് 5 കൊല്ലം തികച്ചും അയാൾ അധ്വാനിച്ചു. മരതകം കണ്ടെത്താനായി അയാൾ കല്ലും പെറുക്കിയെടുത്തുകൊണ്ട് പരിശോധിച്ചു. അവസാന വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കവേ അടുത്ത ഒരു കല്ലും കൂടി പരിശോധിച്ചാൽ മതി. അയാൾ അതുവരെയുള്ള പരിശ്രമം സഫലമാകും. അതിനുള്ള സാവകാശമുണ്ടായില്ല. അപ്പോഴേക്കും മടുത്തു, നിരാശനായി തിരച്ചിൽ മതിയാക്കി മടങ്ങി പോകാൻ തീരുമാനിച്ചു. ആ നിമിഷത്തിലാണ് ഈ വയസ്സൻ്റെ രംഗപ്രവേശം ചെയ്തത്. പാവം സഹിക്കാതെ കഴിയുമോ? സർവസ്വവും ഉപേക്ഷിച്ചു ഇതുമാത്രമാണ് തൻ്റെ വഴി എന്ന് ഉറപ്പിച്ച് ഇങ്ങനെ തിരിച്ച ഒരുവനെ കൈവിടുന്നതെങ്ങനെ? സ്വയം ഒരു കല്ലായ വയസ്സൻ്റെ ആ പാപത്തിൽ കാൽച്ചുവടിലേക്ക് ഒരു ഉരുളി പിഴന്നെത്തി. യാതൊരു പ്രയോജനമില്ലാതെ 5 കൊല്ലം താൻ അധ്വാനിക്കേണ്ടി വന്നതിൻ്റെ അമർച്ചം, നിരാശ. ആ കല്ലെടുത്ത് ആഞ്ഞൊരേറ് കൊടുത്തു.
അത് ഊക്കോടെ ചെന്ന് വീണത് മറ്റൊരു കല്ലിൽ. അതോടെ ഇത് പിളർന്ന് 2 കഷ്ണങ്ങളായി. അപ്പോഴുണ്ട് അതിമനോഹരമായ മരതകം. ഇത്രയും ഭംഗിയുള്ളൊരു മരതകം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടുണ്ടാകില്ല. മനുഷ്യൻ ജീവിതാരംഭത്തിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധസ്ഥനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വളർന്നു വലുതാകുമ്പോഴേക്കും ആ ബോധം അവന് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണാവോ ഇങ്ങനെ? വയസ്സിൻ്റെ വാക്കുകൾ ഒരു പരാതിയില്ലാത്ത മട്ടായിരുന്നു. അവന് തോന്നി, എന്താണ് പറ്റിയ സമയം? താൻ കണ്ടെത്താൻ പോകുന്ന നിധിയെക്കുറിച്ച് അയാൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണല്ലോ. അതേക്കുറിച്ച് കൂടുതലൊന്നും അയാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവന് തെറ്റിയില്ല. അവൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു, മറഞ്ഞു കിടക്കുന്ന നിധി വെളിയിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ജലപ്രവാഹമായിരിക്കും. അതെ, പ്രവാഹം തന്നെ. അതിനെ മറച്ചു വെച്ചിരിക്കുന്നു. കൂടുതൽ അറിയണമെങ്കിൽ താൻ പറഞ്ഞു തരാം. പക്ഷേ പ്രതിഫലമായി നിന്റെ ആട്ടിൻകുട്ടികളിൽ 10-1 എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഭാഗം. നിധി കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനു മുന്നേ ഒരു പങ്കുവയ്ക്കാമെന്ന് വാക്കു കൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്ത് ശരിയായില്ല എന്ന് ധ്വനി കലർന്നു ആ വാക്കുകളിൽ. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന ഉത്സാഹം തന്നെ ഇല്ലാതാകും. തനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഭാഗം ഒരു ഈജിപ്ത് തള്ളയ്ക്ക് കൊടുക്കാമെന്ന് താൻ വാക്കു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അയാളോട് പറഞ്ഞു. അസലായി. അല്ലെങ്കിലും ഇനിയൊരാളുടെ കയ്യിലുള്ളത് തട്ടിയെടുക്കാൻ അവരെപ്പോലെ സമർത്ഥം ആർക്കുണ്ട്? എന്തായാലും ഇപ്പോൾ മനസ്സിലായില്ലേ, എല്ലാറ്റിനെയും അതിൻ്റേതായ വിലകളുണ്ടെന്ന്. ആർക്കും ഒന്നും വെറുതെ കിട്ടില്ല. പ്രകാശത്തിൻ്റെ പോരാളികൾ പഠിപ്പിക്കുന്ന പാഠമാണത്. നീണ്ടൊരു നെടുവീർപ്പോടെ അയാൾ അവനെ പുസ്തകം തിരിച്ചേൽപ്പിച്ചു. നാളെ ഇതേ സമയത്ത് നിന്റെ ആട്ടുംകൂട്ടത്തിലെ 10-1 ഭാഗവുമായി ഇവിടെ വന്ന് നിൽക്കണം. നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് പിരിയാം. അവൻ നോക്കി നിൽക്കെ കവലിയിലേക്ക് വളവ് തിരിഞ്ഞ് അയാൾ നടന്നു മറഞ്ഞു. അവൻ വീണ്ടും തൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങി. പക്ഷേ മനസ്സ് നിർത്താനായില്ല. ആകപ്പാടൊരു അസ്വസ്ഥത. ആകാംക്ഷാവശൻ പറഞ്ഞത് ശരിയല്ലേ? ബേക്കറിയിൽ ചെന്ന് ഒരു റൊട്ടി വാങ്ങി കിഴവൻ അയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ബേക്കറിക്കാരനോട് പറഞ്ഞാലോ? വേണ്ട, കാര്യങ്ങൾ അതിൻ്റെ പാടിന് പോകട്ടെ. താൻ ഇടയിൽ പെടണം. ബേക്കറിക്കാരനാണെങ്കിൽ ഇപ്പോഴൊക്കെ ചവിട്ടികളുമായി നല്ല മണം ഇണങ്ങിയിരിക്കുന്നു. അതിനിടയിൽ താൻ വലുതുമൊക്കെ ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് വെപ്രാളമാകും. താനായിട്ട് എന്തിനാണ് അയാളുടെ ഒരുക്കവും കെടുത്തണം? അവൻ നഗരവീതിയിലൂടെ വെറുതെ ചുറ്റി നടന്നു. അങ്ങനെ കൊട്ടാരവാതിൽക്കലെത്തി. അതിനിടയിൽ ഒരു ചെറിയ കെട്ടിടം, അതിലൊരു കിളിവാതിൽ. അവിടെ നിന്നാണ് യാത്രക്കാർ ആഫ്രിക്കയിലേക്ക് ടിക്കറ്റ് വാങ്ങുന്നത്. ഈജിപ്തും ആഫ്രിക്കയിലും അയക്കുന്ന കാര്യം അവൻ അറിയാമായിരുന്നു. കിളിവാതിലിനപ്പുറത്ത് അയാൾ അവനെ നോക്കിയപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടത്? ഇന്നൊന്നും വേണ്ട, പക്ഷെ നാളെ. അത് പറഞ്ഞവൻ അവിടെ നിന്ന് മാറി. തൻ്റെ ആടുകളിൽ ഒന്നിനെ വിറ്റാൽ മതി. കടൽ കടന്ന് അക്കരെ എത്താനുള്ള വകയാവും. എന്താ ചിന്ത അവനിലേക്ക് ഉളവാക്കി അകരണമായി വരുന്നു. എന്താ വെറും ഒരു സ്വപ്നസഞ്ചാരി, കയ്യിലൊരു ചില്ലകാരനല്ല, ചില്ല കാശ്. ദേ വേറെ ഒരു സ്വപ്നസഞ്ചാരി, കയ്യിലൊരു ചില്ലറ കാശില്ല. എന്നാലും മോഹം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ. നടന്നു കളയുന്ന അവനെ നോക്കി ടിക്കറ്റ് വിൽപ്പനക്കാരൻ തൻ്റെ സഹായിയോട് പറഞ്ഞു. ചിരിച്ചു. വെറുതെ ഓരോന്നും ആലോചിച്ച് കാറ് കയറുന്നത് എന്തിന്? അവൻ സ്വയം ആശ്വസിച്ചു. അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു പറ്റം ആട്ടുംകുട്ടികൾ അവയെ മേയുന്നതാണ് തനിക്ക് പറ്റിയ തൊഴിൽ. കൊല്ലം 2 കഴിഞ്ഞു ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതിനകം ഒരു തൊഴിലാളിയുടെ അകവും പുറവും കാണാപാഠമായിരുന്നു. കമ്പിളി വെട്ടാൻ ചെന്ന ഉള്ള ആടുകളെ പോറ്റാൻ ചാടി വീഴാൻ തക്കം പാർക്കുന്ന ചെന്നായ്കളിൽ തൻ്റെ ആട്ടിൻകുട്ടികളെ രക്ഷിക്കാനൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ശീലമായിരിക്കുന്നു. ഈ പ്രദേശത്തെ മെച്ചിൻപുറങ്ങളും ഒന്നൊഴിയാതെ എല്ലാം നല്ല പരിചയമാണ്. ഓരോ ആടിൻ്റെയും ന്യായവും വിലയും നല്ല നാക്കിൻ തുമ്പിലുണ്ട്. എന്നെ പറ്റിക്കാൻ ഒരാൾക്കുമാവില്ല.